ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ള ഹാജമോനോ ഇപ്പോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബോക്സിംഗ് ആനിമിയുടെ 4-മത്തെയും 5-മത്തെയും എപ്പിസോഡായിട്ടാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും, കാരണം ഞാൻ കുറേ ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ ഫോൺ നാശമായി. ഞാനിപ്പോൾ വേറെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ വരെ ഇത്ര ലേറ്റായത്. നമ്മൾ ഇനി മുതൽ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഗൈസ്, നിങ്ങളെല്ലാതെല്ലാം മനസ്സിലാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഗൈസ്, നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നത് 150 ലൈക്ക് ടാർഗറ്റാണ് നമ്മൾ വെക്കുന്നത്. ഗൈസ്, 150 ആവുന്നു അപ്പം തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. ഈപ്പോ അവിടെ നിന്ന് ഓടിക്കതച്ച് അവൻ ജിമ്മിലോട്ട് പോവാണ്. അവൻ പോകുന്ന വഴിക്കാരൊക്കെ തട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. ശേഷം അവൻ ജിമ്മിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആരോ അവൻ്റെ ചന്തിക്കിട്ടൊരു കുത്തു കൊടുക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ആ 2 പയ്യന്മാരായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നില്ല, അവരായിരുന്നു അത്. ഇപ്പോൾ അവരോട് ചോദിക്കുന്നു, എന്തിനാടാ ചന്തിക്കിട്ട് കുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇത് നിനക്കറിയില്ലേ, ഇത് കുത്തിയാൽ നിനക്ക് ഭയങ്കര മൈൻഡ് ഭയങ്കര റിലാക്സ് ആവുന്നു. അപ്പോൾ നമ്മൾ അതെയോ, അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് കൂടി ചോദിക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ഇവനൊരു മണ്ടൻ തന്നെ. അപ്പോൾ ഇനി ഇവനെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും രണ്ടാളും പേരെന്താണെന്ന് വെച്ചാൽ അവോക്കി കിമൂറ എന്നാണ് ഇവർ രണ്ടാളും പേര്. അവർ പോയി വിളിച്ചുകൊണ്ട് ജിമ്മിൻ്റെ അകത്തോട്ട് പോകും. ജിമ്മിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ മാസ്റ്ററിൻ്റെ അവിടെ ജിമ്മൊക്കെ നോക്കി നടന്ന ആൾ നമ്മൾ ഈപ്പോഴും പറയുന്നു, എനിക്കിന്ന് ഞങ്ങൾ കുറേ ട്രെയിനിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവോക്കിയും കിമൂറയും അവനുമായി കടന്ന് കളയുന്നു. കാരണം ഇവനെങ്ങനെ പറ്റിക്കുക എന്നുള്ള ലെവലിലാണ് ഇവർ നമ്മൾ പോയി കൊണ്ടുവന്നത്. അപ്പോഴാണ് നമ്മൾ ടാക്കുമുറ അത് കാണുന്നത്. അപ്പോൾ ടാക്കുമുറ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവരായിട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ടാക്കുമുറക്ക് മനസ്സിലാവുകയാണ് ഇവർ കളിയാക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ടാക്കുമുറാണ് അവർ രണ്ടാളും പിടിച്ച് ചുമരം വേറ്റി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കാമുകാവ അങ്ങോട്ട് കയറി വരുന്നത്. കാമുകാവനെ കണ്ടേക്കന്നെ എല്ലാവരും കിളി പോകുന്നു. കാരണം എല്ലാവരും അവിടെ അടങ്ങി റെഡിയായി നിൽക്കുന്നു. ശേഷം കാമുകാവ മുമ്പ് വടിയെടുത്ത് എല്ലാവരെയും അടിക്കാൻ വേണ്ടി വീശുന്നു. ശേഷം ഈപ്പോടെ അടുത്തേക്കും വീശിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ പ്രാക്ടീസിന് വന്നതല്ലേ, പിന്നെന്താ നീ ഇവിടെ നിന്ന് കളിക്കുന്നു, നീ വേഗം നിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വായോ നമ്മൾ ഈപ്പോട് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ നമ്മൾ ബോക്സിങ് ജിമ്മിലോട്ട് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മളെ ടാക്കുമുറ എത്തിച്ച് നോക്കുന്നുണ്ട്. ശേഷം നമ്മളെ കാമകാവ് ഇപ്പം ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മളെ കാമകാവ് കൈമ മറ്റേ ആ സാധനം ഇട്ട് അതിലോട്ട് പഞ്ച് ചെയ്യാൻ പറയുവാണ് നമ്മൾ ഈപ്പോയോട്. അപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഓർഡറിൽ ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊണ്ടേ ഇരിക്കാൻ പറയുവാണ് നമ്മൾ ഈപ്പോട്. ശേഷം നമ്മൾ മിയാറ്റ നടന്നു വരുമ്പോഴാണ് നമ്മളെ ടാക്കുമുറ എന്ന് ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നു. ശേഷം നമ്മൾ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈപ്പോടെ അടുത്തേക്കാണ് നമ്മൾ മിയാറ്റ വരുന്നത്. കാമക മിയാറ്റനെ കണ്ട വൈകാൻ നമ്മൾ ഈപ്പോട് ചോദിക്കുന്നു, നീ നിൻ്റെ എതിരാളി എന്തായാലും അടിച്ചിടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈപ്പോയും അതേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ മിയാറ്റയെ കാണുന്നത്. മിയാറ്റനെ കണ്ട ഈപ്പോടെ കിളി ആകെ പോകുന്നു. കാരണം മിയാറ്റ അത് കേട്ടില്ലേ എന്നുള്ളൊരു മൈൻഡാണ് നമ്മൾ ഈപ്പോക്ക് അവിടെ വരുന്നത്. ശേഷം ഈപ്പോ ആണെങ്കിൽ നമ്മൾ മാസ്റ്ററിനോട്, നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ഉറക്ക പറയുന്നു, മിയാറ്റ കേട്ടില്ലേ എന്നൊക്കെ പറയുന്നു. മാസ്റ്ററാണ് ഈപ്പോട് ചൂടാവുന്നത്, അവന് കേട്ട എന്താ, കാരണം അവൻ നിൻ്റെ എതിരാളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ശേഷം നമ്മളെ ഇപ്പോൾ ശേഷം വീണ്ടും ശരിയാണ്, അവനെൻ്റെ എതിരാളിയാണ്, അവനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മിയാറ്റയെ വീണ്ടും കാണുന്നു. അവൻ വീണ്ടും മിയാറ്റോട് പറയുകയാണ്, സോറി മിയാറ്റ. അത് കേട്ടിട്ട് എല്ലാവരും ഒരു മാതിരിയായിട്ട് അവിടെ വീഴുകയാണ്. ശേഷം വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. അവൻ്റെ മനസ്സിൽ മൊത്തം 3 മാസം കഴിഞ്ഞ് നടക്കാവുന്ന ഫൈറ്റാണ്. കാരണം 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മിയാറ്റോടെയും ഈപ്പോടെയും ഒന്നും കൂടിയുള്ള ഫൈറ്റ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈപ്പോ ഈ നിലക്ക് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ശേഷം നമ്മൾ ജിമ്മിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈപ്പോടെ മുന്നിൽ കൂടെ നമ്മൾ മിയാറ്റ നടന്നു പോകുന്നത്. മിയാറ്റയെ നോക്കി നിന്നതും നമ്മൾ ഈപ്പോ അവിടെ ആകെ കുരുങ്ങി അവിടെ കിടക്കുകയാണ്. ശേഷം നമ്മളെ കാമകാവ വിളിച്ച് റിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വീണ്ടും പ്രാക്ടീസ് തുടങ്ങുവാണ്. നമ്മളെ ഈപ്പോക്ക് അപ്പർ കട്ട് പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ഈപ്പോണ് ഫസ്റ്റ് അപ്പർ കട്ട് ചെയ്തത് തന്നെ ഒരു മാതിരി അടിയാണ് അവൻ ഫസ്റ്റ് അപ്പർ കട്ടിൽ തന്നെ ചെയ്തത്. ഇത് കണ്ടിട്ട് നമ്മൾ കാമകാവ, ടാക്കുമുറ, മിയാറ്റ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. കാരണം അവൻ്റെ ആ ഒരൊറ്റ അപ്പർ കട്ടിൽ അത്രയും പവർ ഉണ്ടായിരുന്നു. ശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാമകാവയാണ് കാണിക്കുന്നത്. കാമകാവ അത് കഴിഞ്ഞ് ഓടുമ്പോൾ വരെ അവൻ്റെ ആ
ആ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം നമ്മൾ ജിമ്മിൽ പിറ്റേ ദിവസം നമ്മൾ കാമുകാവ് നമ്മൾ ഇപ്പോൾ നീ ഷേഡോ ബോക്സിങ് പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈപ്പോയെ അവിടെ നിർത്തി പോവാണ്. ഇവനക്കാണ് ഇതെന്താണെന്ന് പോലും അറിയുന്നില്ല. സോ അവൻ അവോക്കയുടെയും മറ്റവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ രണ്ടാളും ഇവനക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം രണ്ടാളും അവിടെ കിടന്ന് അടി കൂടുകയാണ്. കാരണം ഇങ്ങനെയല്ല, ഇതാണ് ഷേഡോ ബോക്സിങ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും അവിടെ കിടന്ന് അടി കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പറ്റാത്ത കാരണം അവൻ അവിടെ ചെന്ന് ആ ബെഞ്ചുമ്മ ഇരിക്കുമ്പോഴാണ് അവനക്ക് ഓർമ്മ വന്നത് നമ്മളെ മിയാറ്റയെ ഇവൻ എതിരാളിയായിട്ട് മനസ്സിൽ കണ്ട് ഒരു ഷേഡോയെ പോലെ ധരിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഇവനെ കൊണ്ടാണെങ്കിൽ അത് മനസ്സിൽ കാണാൻ കഴിയുന്നില്ല. ശേഷം അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. ശേഷം അവൻ്റെ അമ്മ അവിടുന്ന് പറയുകയാണ്, ഈ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കുറച്ച് ഇല കിട്ടി, ഇതെന്താ നീ ചവർക്കോടെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുകയാണ്, ഇത് ചവറല്ല, ഇതിൻ്റെ ഞാൻ ആദ്യമായിട്ട് പിടിച്ച 10 ലീഫാണ്, ഇതെനിക്ക് വളരെ വിലപ്പെട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം വീണ്ടും പിറ്റേ ദിവസത്തെ ജിമ്മാണ് കാണിക്കുന്നത്. നമ്മളെ ഈപ്പോയാണെങ്കിൽ നമ്മളെ മിയാറ്റയുടെ ഫുഡ് സ്റ്റെപ്സും അവൻ്റെ എല്ലാ രീതിയും കറക്റ്റ് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവൻ വീണ്ടും ആ വെള്ളച്ചാട്ടത്തിന്മേ അവൻ കുരുങ്ങി വീഴുന്നുണ്ട്. നമ്മളെ ടാക്കുമുറാണി ഇതൊക്കെ ശ്രദ്ധിച്ച് കാണുമ്പോഴാണ് നമ്മളെ കാമകാവ് ബാക്കിലൂടെ പിടിച്ചു വന്നിട്ട് അവനോട് പറയും, ഇതവൻ ഒറ്റക്ക് കണ്ടുപിടിക്കുന്നതാണ്, നിൻ്റെ ഒന്ന് ഹെൽപ്പ് വേണ്ടത്. ശേഷം അവൻ ആദ്യം റാഗ് ചെയ്തിരുന്നവരെയാണ് കാണിക്കുന്നത്. ഇവൻ ഇപ്രാവശ്യം അവരെ കഴിഞ്ഞ് ഓടി രക്ഷപ്പെടുന്നു. ശേഷം നമ്മൾ രാത്രി വീട്ടിൽ ചെന്ന് ഈപ്പോയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ജിമ്മിലും പോയിട്ടും എല്ലായിടത്തും ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവസാനം അത് അവനക്ക് കിട്ടി. ആ ഷാഡോസിനെ അവനക്ക് ഇങ്ങനെ കറക്റ്റായി കാണാൻ കഴിയുന്നുണ്ട്. അവൻ അത് വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഇതാണെങ്കിൽ നമ്മളെ കാമകാവയാണ് ഈ കാണുന്നുണ്ട്. അവസാനം അത് സാധിച്ചു അവൻ. അങ്ങനെ അവനക്ക് വളരെയധികം സന്തോഷമാവും. നമ്മളെ കാമകാവക്കാണെങ്കിലും ഇത് കണ്ടിട്ട് നല്ല രീതിക്ക് തന്നെ സന്തോഷമാവുന്നുണ്ട്. ശേഷം അവിടെ കട്ട് ചെയ്ത പിറ്റേ ദിവസത്തെ ജിമ്മാണ് കാണിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മൾ ഓക്കെയും ഗെയിമോറയും വന്ന് നമ്മളെ ഈപ്പോയെ പേടിപ്പിക്കുന്നത്. ഇപ്പോൾ മറിഞ്ഞുപോയി വേറെ ആരും എഴുത്തോട്ടും വീഴുന്നുണ്ട്. ശേഷം ഓടാൻ പോകുന്ന നമ്മളെ മിയാറ്റയാണ് കാണിക്കുന്നത്. പിന്നെ മാസ്റ്റർ നമ്മൾ ഈപ്പോയെ വിളിച്ചുകൊണ്ട് റിങ്ങിനകത്തോട്ട് കയറ്റിയിട്ട് മാസ്റ്ററിന് ഫുഡ് സ്റ്റെപ്സ് ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെ കോപ്പറായി കാണുന്നത്. ഇതാണ് ഈപ്പോക്കൊന്നും മനസ്സിലാവുന്നതും കൂടിയില്ല. നമ്മളെ കാമകാവയാണ് നമ്മൾ ഈപ്പോയെ ചുറ്റും കിടന്ന് കാലുകൊണ്ട് അത് കാണിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം വയ്യാതായിട്ട് ആ മൂലക്ക് നിൽക്കുന്ന കാമകാവയാണ് കാണിക്കുന്നത്. ഇത് സ്റ്റാമിന വർദ്ധിപ്പിക്കാനെന്നാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. ശേഷം നമ്മൾ അപ്പർ കട്ട് ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. നമ്മൾ കാമകാവ് ഈപ്പോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. റിങ്ങിൻ്റെ പുറത്തോട്ട് ചെന്ന ഈപ്പോയാണ് അയാളുടെ അപ്പുറത്ത് ചെന്ന് ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഓട്ടം കഴിഞ്ഞ് നമ്മളെ മിയാറ്റ വരുന്നത്. മിയാറ്റ വരുന്നതാണ് നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഈപ്പോയുടെ അടുത്തോട്ടാണ്. ഈപ്പോ വിചാരിക്കുന്നു അവൻ്റെ അടുത്താണെന്ന് വെച്ച് നമ്മൾ ഈപ്പോ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് മിയാറ്റ സാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മിയാറ്റയാണെങ്കിൽ തൊട്ട് അപ്പുറത്തെ ആളോട് ചെന്നിട്ട് അച്ഛനപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈപ്പോക്ക് മനസ്സിലായത് നമ്മളെ മിയാറ്റയുടെ അച്ഛനാണ് അത്. ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ഈപ്പോയാണ് അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശേഷം പിറ്റേ ദിവസം വീണ്ടും ട്രെയിനിങ് എടുക്കുന്നത് നമ്മളെ ഈപ്പോയും കാമകാവയാണ് കാണിക്കുന്നത്. നമ്മളെ കാമകാവയും നമ്മളെ മിയാറ്റയുടെയും അച്ഛനെ കൂടി സംസാരിക്കുന്നുണ്ട്. കാരണം 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഫൈറ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ശേഷം വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈപ്പോയും കാമകാവയാണ് കാണിക്കുന്നത്. കാമകാവയാണ് ഇവനക്ക് ട്രെയിനിങ് കൊടുത്ത് കാമകാവക്ക് ഇത്രയും പ്രായമായിട്ട് കൂടിയും അതുപോലെ നോക്കാതെയാണ് ഇവനക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ടാക്കുമുറയുടെ കൂടെ നമ്മളെ ഈപ്പോ നടന്നു പോകുമ്പോഴാണ് മിയാറ്റ രാത്രി ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നത്. പിറ്റേ ദിവസം ഷൂസ് മേടിക്കാൻ ഇവൻ കടയിലോട്ട് വന്നപ്പോഴും നമ്മളെ മിയാറ്റ ഇവനക്കൊരു ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ നന്ദിയായിട്ട് ഇവനെ ആണെങ്കിൽ ആ ഡ്രിങ്ക്സ് മേടിച്ച് നമ്മളെ മിയാറ്റയുടെ കൂടെ കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേനും നമ്മളെ മിയാറ്റയാണ് തിരിഞ്ഞൊക്കാതെ പോകുന്നത്. അവിടെയുള്ള ഒരു കല്ലിൽ തട്ടിയിട്ട് നമ്മളെ ഈപ്പോയാണ് നിലത്തോട്ട് വീഴും. അപ്പോഴാണ് നമ്മളെ മിയാറ്റി നോക്കുമ്പോൾ ഇവനിതാ ഒരു ഡ്രിങ്ക്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ആദ്യം അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈപ്പോ നിർബന്ധിച്ചുകൊണ്ട് അവർ രണ്ടാളും കൂടി അതിരുന്ന് കുടിക്കുന്നു. ശേഷം മിയാറ്റയോട് തൻ്റെ അച്ഛൻ്റെ കാര്യമൊക്കെ നമ്മൾ ഈപ്പോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിയാറ്റയാണെങ്കിൽ അത് പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ബോക്സർ ആയിരുന്നു, പിന്നെ പരിക്ക് പറ്റിയോണ്ട് അത് നിർത്തി. സോ അതുകൊണ്ട് തന്നെ ആ പരിക്ക് പറ്റിയത് കൊണ്ടാണ് നമ്മളെ മിയാറ്റയുടെ അച്ഛൻ ഇങ്ങനെ ആയത്. സോ അത് ഇല്ലാതെ എല്ലാവരും ഡിഫീറ്റ് ചെയ്യാനുള്ളൊരു
ഊട്ടി വന്നിട്ടാണ് നമ്മൾ മിയാറ്റയും ഇത് തുടങ്ങിയതെന്ന് പറയുന്നു. ശേഷം എൻ്റെ എതിരാളി ആരായാലും ഞാൻ അവരെ ഡിഫീറ്റ് ചെയ്യുന്ന നമ്മളെ മിയാറ്റ നമ്മൾ ഇപ്പോൾ മുഖത്ത് നോക്കിയാൽ പറയും. ഇത് കേട്ട് ഇപ്പോക്കും ആകെ പേടിയോ അനെന്തോ പോലെ ആവുന്നുണ്ട്. ശേഷം പിറ്റേ ദിവസം നമ്മളെ ജിമ്മാണ് കാണിക്കുന്നത്. അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈപ്പോയും കാമഗാവയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ കാമഗാവ അവനെ ഓടിച്ചിട്ട് കാമഗാവ വണ്ടിമ്മൽ അവനെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശേഷം ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും അടുത്ത സെക്ഷൻ കൊടുക്കുകയാണ്. നമ്മളെ കാമഗാവ ഇവനെ ട്രെയിൻ ചെയ്ത് എങ്ങനെയല്ല ഫൈറ്റ് ജയിപ്പിക്കാൻ വേണ്ടി പലതരം ട്രെയിനിങ് കൊടുക്കുകയാണ്. കാമഗാവയും ടാക്കുമുറയും കൂടി നമ്മളെ ഈപ്പോടെ മേത്ത് കയറി ഇരിക്കുക. അതേപോലെ ഓരോ കാട്ടിക്കൂടലാണ് ഇവർ രണ്ടാളും കൂടി കാട്ടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അത്രയധികം ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ശേഷം രാത്രി നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ ടാക്കുമുറയും പിന്നെ ആ മറ്റേ പയ്യനെയും കൂടി കാണുന്നു. ശേഷം നമ്മൾ ടാക്കുമുറയാണെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണ്. ശേഷം അവരെല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുവാണ്. പിന്നെ ടാക്കുമുറയും ഈപ്പോയും എല്ലാവരും ഉണ്ട്. സോ അവിടെ ചെറിയൊരു വഴക്കും സന്തോഷവും എല്ലാം കൂടി നടന്ന് അവിടെ അങ്ങനെ അവരെല്ലാവരും കൂടി നല്ല ഹാപ്പിയായി അവർ പിരിയുന്നു. ശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. സോ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ കാമഗാവയെ ഓടി തോൽപ്പിച്ചിരിക്കുന്നു. ശേഷം അവൻ്റെ ട്രെയിനിങ്ങും അവൻ അതേപോലെ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ കാമഗാവൻ്റെ മേത്ത് കയറി ചാടുന്നു. പിന്നെ അതുമാതിരി ഇവൻ്റെ വള്ളിച്ചാട്ടം ചാടുന്നു. നമ്മളെ ഇപ്പോൾ ഫുൾ ട്രെയിനിങ്ങിലാണ്. നമ്മളെ മറ്റേ ഇവനെ റാഗ് ചെയ്യുന്ന 3 ആൾക്കാരില്ല, അവരെ കയ്യിൽ നിന്ന് ഇവനെ എപ്പോഴും ഓടി രക്ഷപ്പെടുകയാണ്. ശേഷം നമ്മൾ ഇപ്പോൾ വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടേ. പിന്നെ ഇവൻ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കഴിച്ചു. പിന്നെ ഇവൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ട് ഇവൻ്റെ അമ്മക്ക് ആകെ സന്തോഷമാവുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അമ്മ ഇവൻ്റെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവനോട് ഇങ്ങനെ പറയും. ഇത് കേട്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആവുന്നു. ശേഷം പിറ്റേ ദിവസം വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെയാണ് കാണിക്കുന്നത്. അവസാനം നമ്മൾ കാമഗാവയുടെ കയ്യിലുള്ള സാധനം അടിച്ചങ്ങ് തോപ്പിക്കുവാണ്. ശേഷം നമ്മൾ കാമഗാവ് അങ്ങനെ കൈയൊക്കെ കഴുകുമ്പോൾ നമ്മൾ കൈമലൊക്കെ ആകെ മുറിയാവും. കാമഗാവ തൻ്റെ പ്രായം പോലും നോക്കാതെയാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ശേഷം നമ്മൾ ഈപ്പോയെ ട്രെയിനിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ മിയാറ്റയുടെ ഈപ്പോയുടെ ഫൈറ്റൊക്കെ നടക്കുന്നത്. സോ അടുത്ത എപ്പിസോഡ് ഒരു കിടില എപ്പിസോഡ് തന്നെയാണ്. സോ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഗൈസ്, നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോക്ക് വ്യൂസൊക്കെ കുറച്ച് കുറവാണ്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് പവറാക്കുക. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് തരുന്നു അത്രത്തോളം നമുക്ക് വീഡിയോ ഇടാനുള്ള മോട്ടീവ് കൂടത്തേ ഉള്ളൂ. സോ നിങ്ങളെ സപ്പോർട്ട് പരമാവധി നിങ്ങൾ കൂട്ടുക. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഗായ്സ്, നമ്മൾ അടുത്തൊരു കിടില എപ്പിസോഡായി വരുന്നത് വരേക്കും ബൈ.